ലഹരിക്കെതിരെ KPCC മറൈൻ ഡ്രൈവ് കലൂരിൽ നിന്നും മറൈൻ ഡ്രൈവിലേക്ക് സംഘടിപ്പിക്കുന്ന വാക്കത്തോൺ പുരോഗമിക്കുകയാണ് തത്സമയം. ഇവിടത്തെ സാക്ഷികളാകുകയാണ്. നിരവധി ഐതിഹാസിക KPCC കലൂർ സ്റ്റേഡിയത്തിൽ നിന്നും മറൈൻ ഡ്രൈവിലേക്ക് വാക്കത്തോൺ സംഘടിപ്പിക്കുകയാണ്. വാക്കത്തോണിന്റെ ഉദ്ഘാടനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നിർവഹിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം പ്രസാദ് കാളിദാസൻ ചേരുന്നു. കാളിദാസ്, ലഹരിക്കെതിരെ KPCC സംഘടിപ്പിക്കുന്ന വാക്കത്തോണാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? KPCCയുടെ ക്വിറ്റ് ഡ്രഗ് വാക്കത്തോണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കലൂർ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും തുടങ്ങിയ വാക്കത്തോണാണ് ഇപ്പോൾ മറൈൻ ഡ്രൈവ് ലഹരിക്കെതിരെയുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് KPCC ഒന്നടങ്കം KPCCയുടെ കേരളത്തിലെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ദേശീയ തലത്തിലെ നേതാക്കളായിക്കോട്ടെ അത്തരത്തിലുള്ള നിരവധി നേതാക്കളാണ് ഇതിന്റെ ഭാഗമായി എത്തിയിട്ടുള്ളത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ആണ് ഈ ഒരു ലഹരിക്കെതിരെയുള്ള ഈ ഒരു വാക്കത്തോൺ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് എന്നുള്ളതും കൂടിയുണ്ട്. നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു വാക്കത്തോൺ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് 2024 ലഹരി കണക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലഹരി കേസുകളുടെ കണക്കെടുത്താൽ തന്നെ വലിയ രീതിയിൽ അത് വലിയ വർധനമുണ്ടായിട്ടുണ്ട് 2025 എത്തിയപ്പോൾ എന്നുള്ളതും കൂടിയാണ് ഈ ഒരു വാക്കത്തോണിന് മുൻപായി KC വേണുഗോപാൽ അടക്കം വ്യക്തമാക്കിയത്. ആ ലഹരിക്കെതിരെ അല്ലെങ്കിൽ മുൻപ് പഞ്ചാബ് ആയിരുന്നുവെങ്കിൽ ഇന്നത് കേരളമായിരിക്കുന്നു, അതാണിപ്പോൾ ലഹരി ഉപയോഗം അത്രത്തോളം വർദ്ധിക്കുന്നൊരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അപ്പോൾ അതിനൊക്കെ തടയിടുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ ഒരു KPCC വാക്കത്തോൺ സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ അല്പസമയം 1 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നു. മറൈൻ ഡ്രൈവിലേക്ക് എത്തിച്ചേരും. മറൈൻ ഡ്രൈവിലേക്കാണ് ഈ ഒരു വാക്കത്തോൺ സംഘടിപ്പിക്കുന്നത്. നിരവധി നേതാക്കൾ തന്നെയുണ്ട്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലൊപ്പം തന്നെ മുതിർന്ന അഖിലേന്ത്യാ നേതാവ് ദീപാദാസ് മുൻഷി, ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, എംപിമാരും വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിലുണ്ട്, ഒപ്പം AP അനിൽകുമാറുണ്ട്, വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാറുണ്ട്, പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുണ്ട്. അവർ വലിയ രീതിയിൽ ലഹരിക്കെതിരെ പോരാടുക എന്നുള്ളത് ലക്ഷ്യം വെച്ച് തന്നെ നടത്തുന്ന ഒരു വാക്കത്തോണാണ്. വലിയ രീതിയിൽ ജനപങ്കാളിത്തമുണ്ട്. ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരടക്കം അവർക്ക് പിന്തുണയുമായി ഈ ഒരു വാക്കത്തോണിന് കൂടെ തന്നെയുണ്ട്. ദീപ്തി.
ശ്രീ കാളിദാസ്, ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറൈൻ ഡ്രൈവിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഈ ഒരു വാക്കത്തോൺ ഏതൊരു പ്രദേശത്താണ് എത്തിയിരിക്കുന്നത്? ഇനിയും എത്ര സമയമെടുക്കും? ഇതൊരു മറൈൻ ഡ്രൈവിലേക്ക് എത്തിച്ചേരാനായി എത്ര സമയമെടുക്കും? അല്പസമയത്തിനുള്ളിൽ തന്നെ മറൈൻ ഡ്രൈവിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ്. 1 കിലോമീറ്ററോളം കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ ദൃശ്യങ്ങൾ തന്നെയാണ് കാണുന്നത്. അതോടൊപ്പം ഇപ്പോൾ കലൂർ സ്റ്റേഡിയത്തിൽ നിന്നും തുടങ്ങിയ ആ ഒരു വാക്കത്തോൺ ഇപ്പോൾ മറൈൻ ഡ്രൈവിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരുന്നതാണ്. വളരെ വേഗത്തിൽ ചടുലമായിട്ട് തന്നെയാണ് ഈ ഒരു വാക്കത്തോൺ നടക്കുന്നത് എന്നുള്ളതും കൂടിയുണ്ട്. ലഹരിക്കെതിരെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള ഒരു വാക്കത്തോൺ കൂടിയാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ലഹരിയെ നശിപ്പിക്കുക, അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ നിലവിൽ ഉയർന്നു വരുന്ന ഈ ഒരു ലഹരി അല്ലെങ്കിൽ പലതരത്തിലുള്ള ലഹരികൾ, രാസലഹരികളായിക്കോട്ടെ, അത്തരത്തിലുള്ള എല്ലാത്തരം ലഹരികൾക്കും ആ ഒരു വ്യാപനത്തിനൊക്കെ തടയിടുക എന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വാക്കത്തോൺ തന്നെ സംഘടിപ്പിക്കുന്നത്. മുതിർന്ന നേതാക്കൾ തന്നെ കാണാം. നമുക്ക് ആ ദൃശ്യങ്ങളിലടക്കം നമുക്ക് കാണാൻ സാധിക്കും. അഖിലേന്ത്യാ നേതാക്കളും KPCC നേതാക്കളും ഒക്കെ തന്നെ ഈ ഒരു ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടുന്നതിൻ്റെ ഭാഗമായി ഈ ഒരു വാക്കത്തോണിൻ്റെ ഭാഗമായിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനുണ്ട്. ഒപ്പം തന്നെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുണ്ട്. എംപിമാരായ ഷാഫി പറമ്പിലുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ എറണാകുളം MP ആയിട്ടുള്ള ഹൈബി ഈഡൻ അടക്കം ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ലഹരിക്ക് തടയിടുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളതും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ ഉയർന്നു വരുന്ന ഈ ഒരു ലഹരി വ്യാപനത്തിന് തടയിടുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്നുള്ളതും കൂടിയാണ് ഓരോ നേതാക്കളും അല്പസമയം മുമ്പ് ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. അതും കൂടിയാണ് ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വാക്കത്തിന്റെ ഭാഗമായി അബിൻ വർക്കി ചേരുന്നു. തീർച്ചയായിട്ടും ഇത് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഈ കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പറഞ്ഞാൽ അത് ലഹരിയാണ്. അത് സർക്കാരിനേക്കാൾ ഉപരി ഈ ലഹരിയാണ് കേരളം നേരിടുന്ന പ്രതിസന്ധി. യുവജനങ്ങൾ വഴിതെറ്റിപ്പോവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അമ്മയെ പീഡിപ്പിക്കുന്ന മകനുള്ള നാടായി കേരളം മാറിയെന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരായിട്ടുള്ള ഒരു ശക്തമായ സന്ദേശം കൊടുക്കുക. ദേശീയ തലത്തിൽ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്നൊരു വലിയ ക്യാമ്പയിനാണ്. അതുകൊണ്ടാണ് ഈ ജീവിതമാണ് ലഹരി, ആരോഗ്യമാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് ഈ ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച പാതയിൽ ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ ക്വിറ്റ് ഡ്രഗ് ഡേ എന്നുള്ള പേരിൽ ഇന്നിങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. അത് കേരളത്തിന്റെ മൊത്തം പൊതുജന സമക്ഷം ഞങ്ങൾ രാഷ്ട്രീയത്തിനുമൊക്കെ അതീതമായി ഞങ്ങൾ വെക്കുന്ന ഒരു സന്ദേശമാണിത്. കോൺഗ്രസ് ലഹരിക്കെതിരെ നടത്തുന്ന ഈ ഒരു പോരാട്ടങ്ങളിൽ ഒരു ഘട്ടം മാത്രമേ ആയിട്ടുള്ളൂ. നമ്മൾ ഇവിടെ ഒന്നും നിർത്തുന്നില്ല. തീർച്ചയായിട്ടും ഇതൊരു സന്ദേശം മാത്രമാണ്. ഞങ്ങൾ പറയുന്നത് ജീവിതമാണ് ലഹരി, ആരോഗ്യമാണ് ലഹരി, നമ്മുടെ പ്രൊഫഷനാണ് ലഹരി എന്നുള്ള വലിയ സന്ദേശം നമ്മൾ നൽകുകയാണ്. സാധാരണക്കാരോടുള്ള അനുകമ്പയാണ് ലഹരി. അത് സിന്തറ്റിക് ഡ്രഗുകളോ മറ്റു മരുന്നുകളോ അല്ല ലഹരി എന്നുള്ളതാണ് സന്ദേശം. ഇതിന്റെ വിവിധ ഘട്ടങ്ങളുണ്ട്. ആ വിവിധ ഘട്ടങ്ങളിൽ ഞങ്ങൾ ഓരോ തരത്തിലുള്ള പരിപാടി, അത് ക്യാമ്പയിനുകളായിക്കോട്ടെ, ആക്ഷനുകളായിക്കൊള്ളട്ടെ, അത് ചെറു സംഘങ്ങളായി ഗ്രാമങ്ങളിൽ വിന്യസിച്ചുകൊണ്ട് ലഹരി മാഫിയക്കെതിരെയുള്ള പ്രവർത്തനങ്ങളായിക്കൊള്ളട്ടെ, അത് തുടർന്നുള്ള ദിവസങ്ങളിലുണ്ടാവും. അതിന്റെ ഒരു തുടക്കം മാത്രമാണ്. അത് തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു നിലപാട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ വ്യക്തമാക്കിയത് എന്നുള്ളതും കൂടിയുണ്ട്. കാരണം ലഹരിക്കെതിരെ നേരത്തെ തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള പോരാട്ടങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു സൂചന കൂടിയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു സന്ദേശം കൂടിയാണ്, ലഹരിക്കെതിരെയുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്ന, അല്ലെങ്കിൽ KPCC നടത്തുന്ന ഈ ഒരു വാക്കത്തോൺ എന്നുള്ളതും കൂടിയുണ്ട്. ദീപ്തി, തീർച്ചയായും ലഹരിക്കെതിരെ KPCC സംഘടിപ്പിക്കുന്ന വാക്കത്തോൺ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കലൂർ സ്റ്റേഡിയത്തിൽ നിന്നും മറൈൻ ഡ്രൈവിലേക്കാണ് വാക്കത്തോൺ നടത്തുന്നത്. ലഹരി മരുന്നുകളുടെ അടിമത്തത്തിൽ നിന്നും സ്വബോധത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഒരുമിച്ച് നടക്കാമെന്ന മുദ്രാവാക്യത്തോടെയാണ് വാക്കത്തോൺ സംഘടിപ്പിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് വാക്കത്തോണിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. ഇപ്പോൾ കലൂരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാക്കത്തോൺ. അതിനുശേഷം മറൈൻ ഡ്രൈവിലാണ് അവസാനം സമാപനം ഉണ്ടാവുക. ഈ ഒരു വാക്കത്തോണിൻ്റെ സമാപനം പ്രഭാത നടത്തമായാണ് ഈ ഒരു വാക്കത്തോൺ സംഘടിപ്പിക്കുന്നത്. ലഹരിക്കെതിരെ ഒരു ക്യാമ്പയിനായിട്ട് തന്നെയാണ് ഈ ഒരു വാക്കത്തോൺ സംഘടിപ്പിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ദീപദാസ് മുൻഷി അടക്കമുള്ള ആളുകൾ ഈ ഒരു വാക്കത്തോണിൻ്റെ ഭാഗമായി ഉണ്ട്. ഹൈബി ഈഡൻ MP, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങി നിരവധി ആളുകൾ ഈ ഒരു വാക്കത്തോണിൻ്റെ ഭാഗമായി അണിനിരന്നിട്ടുണ്ട്. നമുക്ക്
സംഘടനകളുടെ കൂടി സഹകരണത്തോടു കൂടിയാണ് വാക്കത്തോൺ സംഘടിപ്പിക്കുന്നത്. കല്ലൂർ സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച യാത്ര മറൈൻ ഡ്രൈവിലേക്ക് ആണ് പോകുന്നത്. ലഹരി മരുന്നുകളുടെ അടിമത്തത്തിൽ നിന്നും സ്വബോധത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഒരുമിച്ച് നടക്കാമെന്ന മുദ്രാവാക്യത്തോടെയാണ് വാക്കത്തോൺ സംഘടിപ്പിക്കുന്നത്. ഇതിൻ്റെ ഉദ്ഘാടനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് നിർവഹിച്ചത്. അതിനുശേഷം ഫ്ലാഗ് ഓഫ് കർമ്മം നടന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പ്രഭാത നടത്തമായി മറൈൻ ഡ്രൈവിലേക്ക് പോകുന്നത്. ഇപ്പോൾ കലൂരിൽ എത്തിയിരിക്കുകയാണ് ഈ ഒരു വാക്കത്തോൺ. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചെറിയ ആവശ്യങ്ങൾക്ക് ചെറിയ ലോൺ, അതും ഏറ്റവും ചെറിയ പലിശ നിരക്കിൽ. മുത്തൂറ്റ് മിനി ചെറുകിട ഗോൾഡ് ലോൺ മേള. മുത്തൂറ്റ് മിനി എന്നും നിങ്ങളോടൊപ്പം. ഓക്സിജൻ ന്യൂ ജെൻ ഓണം ഓഫർ ഈസ് ബാക്ക്. ഓക്സിജൻ ന്യൂ ജെൻ ഓണം ഓഫർ. നോ ലക്കി ഡ്രോ, നോ വെയിറ്റിംഗ്. 25 കോടി രൂപയുടെ ഉറപ്പായ സമ്മാനങ്ങളും മറ്റാർക്ക് നൽകാനാവാത്ത ആനുകൂല്യങ്ങളും ഈ ഓണം ഓക്സിജൻ ന്യൂ ജെൻ ഓണം. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Angel Money Instant Gold Loan. ഇൻ അസോസിയേഷൻ വിത്ത് ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. അമൃത്